ഹായ്, ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് ലേറ്റായിട്ട് വിചാരിച്ച ചായ കുടിയൊക്കെ നേരത്തെ കഴിച്ചു. അപ്പോൾ റിഞ്ച് പോകാൻ നോക്കലാന്ന്. അപ്പോൾ ഹെൽമെറ്റ് എടുത്തു കൊടുത്തിട്ട് ആ ഗേറ്റ് അടക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് അവിടെ ഒരു തണൽ മരവും കൂടി നട്ടാലോ എന്ന് നമ്മൾ ആലോചിക്കുന്നു. ഓൾറെഡി അച്ഛൻ നട്ടി ഒന്നാടി ഉണ്ട്, ഒന്നും കൂടി നട്ടാൽ നല്ലതാണല്ലോ, അങ്ങനെ ആലോചിച്ച്. അപ്പോൾ ഇന്ന് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്, പ്ലാനിങ്ങിലുണ്ട്. അത് എത്രമാത്രം നടക്കുമെന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ ക്ലീനിങ് പരിപാടികളൊക്കെ ആയിട്ട് രാവിലെ തന്നെ പോകണം എന്നാണ് വിചാരിക്കുന്നത്. മോൾ ഉറങ്ങലാണ്. മോൾ കുറേ സമയം ഉറങ്ങിയാൽ അത് നടക്കും, അല്ലെങ്കിൽ എല്ലാം പ്ലാനിങ് മാത്രമായി മാറും. പിന്നെ കുറച്ച് സമയം മുറ്റത്തൂട്ടിയൊക്കെ നടന്ന് നല്ല വെയിലുണ്ടീനു. വൈറ്റമിൻ ഡി നല്ല കുറവാണ്. അപ്പോൾ കുറച്ച് വൈറ്റമിൻ ഡി കിട്ടട്ടെ എന്ന് വെച്ചിട്ട് മുടിയൊക്കെ ചീകി മുറ്റത്തൂട്ട് നടന്ന്. പിന്നെ പുറമെ ഗേറ്റിൻ്റെ, അതായത് മതിലിൻ്റെ അപ്പുറത്ത് കാണാൻ, റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് കാണാൻ നല്ല രസമാണ്. പക്ഷേ കാണാൻ ഷീറ്റ് കെട്ടിയോണ്ട് പകുതി മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ വീഡിയോയിൽ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോഴാണ് അവിടെ ശ്രദ്ധിച്ചത് ഞാൻ. എൻ്റെ പൂന്തോട്ടം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, 3-4 ചെടി നട്ടിട്ടുണ്ട്. അത് ഞാൻ നട്ടതല്ല. ആടെ ഒരു റോസാപ്പൂ മുട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നോക്കി പിന്നെ അകത്ത് വന്ന് മുടി കെട്ടാന്ന് വെച്ച്. സത്യം പറഞ്ഞാൽ രാവിലെ എണീച്ചിട്ട് എങ്ങനെ മുടി കെട്ടുന്നു ആ കോലത്തിൽ തന്നെയാണ് വൈകുന്നേരം വരെ ഉണ്ടാവുക. ചീർപ്പൊക്കെ മുടി കണ്ടിട്ട് വല്ലപ്പോഴും ടൗണിൽ പോകുമ്പോൾ മാത്രമേ ചീർപ്പ് മുടി കാണലുള്ളൂ. അപ്പോൾ ഇന്ന് മുടിയൊക്കെ കെട്ടി സെറ്റായിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാമെന്ന് വെച്ച്. എപ്പോഴാരാൻ്റെ കോലത്തിലുണ്ടായാൽ. അപ്പം ഇന്ന് അതൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് മുടിയൊക്കെ കെട്ടി സെറ്റാവാന്ന് വെച്ച്. എല്ലാ പ്രാവശ്യം ഏതെങ്കിലും രീതിയിൽ മുടി കെട്ടാൻ നോക്കും, പക്ഷെ അവസാനം പോണിടെയിൽ തന്നെ വന്നെത്തും. അതേ എനിക്കിപ്പം കെട്ടാൻ അറിയും തോന്നുന്നു. പണ്ടൊക്കെ കോളേജ് പഠിക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ മുടി കെട്ടിപ്പോയതാ. പക്ഷെ ഇപ്പം ഇത് മാത്രമേ അറിയൂ. മുടി മുറിച്ചത് കൊണ്ടും ഇത് മാത്രമേ ഇപ്പം നടക്കും കെട്ടായ. അപ്പം മുടിയൊക്കെ കെട്ടി സെറ്റായി. ഞാൻ കുറച്ച് സമയം എൻ്റെ മുടീൻ്റെ സൗന്ദര്യവും എൻ്റെ സൗന്ദര്യവും ഞാൻ ആസ്വദിച്ച് നിന്നു. പിന്നെ എനിക്ക് തോന്നി ഒരു പൊട്ടിൻ്റെ കുറവുണ്ടെന്ന്. അപ്പം ഐലൈനറൊക്കെ വെച്ച് ഐലൈനർ കൊണ്ടൊരു പൊട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു. പണ്ടൊക്കെ ഈ ഐലൈനർ വെച്ചിട്ട് ഒരു താജ്മഹൽ തന്നെ പണിയലുണ്ടായിരുന്നു കോളേജിലെല്ലാം പഠിക്കുന്ന സമയത്ത്. ഇപ്പം താജ്മഹൽ പോയിട്ട് ഒരു ബസ് സ്റ്റോപ്പ് വരെ പണിയലില്ല. എന്നാലും അതിനെക്കൊണ്ട് ചെറിയൊരു പൊട്ട് വെച്ച്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചൊന്ന് വൃത്തിയായിന്ന്. സ്വന്തമായിട്ട് എനിക്ക് മാത്രം തോന്നിയതാണ്. അങ്ങനെ പിന്നെ മോളെ പോയിട്ടൊന്ന് നോക്കി, മെല്ലെ ഒന്ന് ആട്ടിക്കൊടുത്ത് കുറേ സമയം ഉറങ്ങുമെന്നുള്ളൊരു വിശ്വാസത്തിൽ എൻ്റെ പണികളിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഫസ്റ്റ് തന്നെ ചായ കുടിച്ചിട്ട് മാത്രമേ ഉള്ളൂ, പാത്രങ്ങളൊന്നും കഴിയില്ല. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് കഴുകി വെച്ചിട്ട് ബാക്കി കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട്. വേറെ ആക്കൊക്കെ ജനലൊക്കെ തുടക്കണം, അങ്ങനെ കുറച്ച് ക്ലീനിങ്ങുണ്ട്. അങ്ങനെ അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി ഞാനങ്ങ് സെറ്റാക്കാൻ വെച്ചു. പിന്നെ മോൾ എണീക്കുന്നതിന് മുമ്പ് മോളെ ഫുഡാക്കണം. അപ്പം അതിന് മധുരക്കിഴങ്ങ്, ഇതെന്ത് പറയുക, മധുരക്കിഴങ്ങല്ലേ, ബത്താസ അങ്ങനെ എന്തൊക്കെയോ പറയും. അതെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ പുറത്ത് നിറച്ചും ചളി. എത്ര കഴുകിയിട്ടും ആ ചളിയെല്ലാം മണ്ണ് പോകുന്നില്ല. എനിക്ക് തോന്നി ഇത് ഇങ്ങനെ വെക്കാൻ വെച്ചവർ അതിൻ്റെ മേലെ ഫെവിക്കോളെങ്ങാനും ഇട്ടിട്ട് ചളി പറ്റിച്ച പോലെയുണ്ട്. എത്ര അരച്ചിട്ടും പോകുന്നില്ല. അവസാനം ഞാൻ ആ പാത്രം കഴുകുന്ന കമ്പിക്കുച്ചി വെച്ച് നല്ലോണം അരച്ച്, എന്നിട്ടും പോകുന്നില്ല. എനിക്ക് തോന്നുന്നു നല്ല കട്ടിയുള്ള പശ വെച്ചിട്ടാണ് ഒട്ടിച്ചിരുന്നത്. എന്തിനാവോ ഇങ്ങനെ ചെയ്യുന്നത്. അവസാനം ഞാനൊരു കത്തി എടുത്തിട്ടേ അത് ചിരണ്ടി കളഞ്ഞു. അങ്ങനെ അത് കുക്കറിലിട്ടിട്ടൊരു മധുരക്കിഴങ്ങ് കഴുകി മുറിച്ചിട്ട് കുക്കറിലിട്ടിട്ട് ഒരു രണ്ട് വിസിൽ വേണ്ട, 1-2 വിസിൽ. 2 വിസിലാണ് സാധാരണ അടിക്കൽ. എൻ്റെ പ്രതീക്ഷകളെല്ലാം താളം തെറ്റി. മോൾ എണീച്ചു. അപ്പോൾ അവളെ അപ്പിയിടാനെത്തി. ഈ പോട്ടി ട്രെയിനിങ് ഞാനൊരു 7 മാസം മുതൽ പോട്ടി ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൾ ഇരിക്കും, പക്ഷേ ചില സമയം ഞാൻ അവിടെ നിന്ന് മാറിയാൽ ചില സമയം അവിടെ നിന്ന് എണീക്കാൻ നോക്കും, അപ്പോൾ വീഴും. 1-2 വട്ടം അങ്ങനെ വീണിട്ടുണ്ട്. അതുകൊണ്ട് അടുത്തുനിന്ന് മാറാൻ പറ്റില്ല. അപ്പോൾ അവളെ എങ്ങനെയെങ്കിലും എൻ്റർടൈൻ ചെയ്തിട്ടേ അപ്പി ഇടുന്നത് വരെ ആടിയിരിക്കണം. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം. കുറച്ച് തിരുവാതിര കളിക്കേണ്ടി വരും, ഒപ്പന കളിക്കേണ്ടി വരും. എങ്ങനെയായാലും വയ്ക്കില്ല. അവിടെ ഇരുന്നിട്ട് മര്യാദയ്ക്ക് അപ്പി ഇട്ടാൽ മതി. അങ്ങനെ കുറച്ച് സമയം അവളെ കൂടെ കളിച്ച് അവളെ അപ്പിയൊക്കെ ഇടിച്ച് കഴുകി അങ്ങനെ അവളെ ഒന്ന് സെറ്റാക്കി. പിന്നെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് അവൾക്ക് ഫുഡ് കൊടുക്കലാണ്. ഫുഡ് കൊടുക്കാൻ അവിടെ ഒരു കുട്ടി ജനലുണ്ട്, അത് തുറന്നു കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തും. അപ്പോൾ പിടിച്ചു നിൽക്കാനായി, അപ്പോൾ അങ്ങനെ പിടിച്ചവിടെ നിൽക്കും. അങ്ങനെ അവിടെ കൊണ്ടുപോയി ആ കമ്പിക്ക് കൊണ്ടുപോയി മുട്ടി.
അങ്ങനെ കരഞ്ഞു. എന്നാലും എൻ്റെ മോള് അത്യാവശ്യം കുറച്ചൊക്കെ വേദന സഹിക്കുന്നതുകൊണ്ട് കുറച്ച് സമയം കരഞ്ഞിട്ടുള്ളൂ. പിന്നെ വീണ്ടും ഞാൻ അവിടെ നിർത്തിച്ചിട്ട് പോയിട്ട് ഫുഡ് എടുക്കാൻ പോയി. പിന്നെ ഫുഡ് കൊടുക്കൽ അതൊരു വലിയ ടാസ്ക്കാണ്. അവിടെ പിടിച്ച് നിർത്തിച്ചിട്ട് എങ്ങനെയൊക്കെയോ കൊടുക്കും. ആദ്യം ഞാൻ തിന്ന് കാണിക്കും, എന്നിട്ട് രക്ഷയില്ല. പിന്നെ ഓളെ ഡൂഡും പിന്നെ പിങ്കിയൊക്കെ ഉണ്ട്, അവർക്കൊക്കെ കൊടുക്കുന്ന പോലെ കാണിക്കും. ചിലപ്പോൾ അവർക്ക് കൊടുക്കുന്ന പോലെ ആക്കുമ്പോൾ കഴിക്കും, ചിലപ്പോൾ അതും കഴിക്കില്ല. അവർ കഴിച്ചോട്ടെ നീക്കോള്. പിന്നെ പിടിച്ച് ഇരുത്തി എങ്ങനെയല്ല കൈവായിലിട്ട് ഒരു രക്ഷയില്ല കൊടുക്കാൻ. പിന്നെ അവളെ ഇഷ്ടത്തിന് അങ്ങനെ വിടും. ഇടയ്ക്ക് എങ്ങനെയൊക്കെയോ വായ തുറക്കും, ഉന്തിക്കയറ്റും. ചിലപ്പോൾ വായിൽ കയറ്റിയത് ചിലപ്പോൾ തിന്നും, ചില സമയത്ത് അത് ഉപ്പയും ചെയ്യും. അങ്ങനെ ഓളെ പുറകെ പോയി എൻ്റെ ക്ലീനിങ് ഒക്കെ ഇത് അതോടുകൂടി ആടെയായി. പിന്നെ അവളെ പുറകെ പോയി തിന്നൽ തന്നെ പണി. തിന്നലല്ല, തിന്നിക്കൽ തന്നെ പണി. അവസാനം കുറച്ച് തിന്ന് പിന്നെ എനിക്ക് പിന്നെ ഭ്രാന്ത് പിടിച്ചപ്പോൾ ഞാൻ അവിടെ വെച്ച് കുറച്ചായിട്ടാണ് കൊടുക്കാമെന്ന് വെച്ച്. അങ്ങനെ പുറത്ത് നല്ല മഴയേനും. അപ്പോൾ പിന്നെ കുറച്ച് സമയം ഓളെയും കൂട്ടി പുറത്ത് പോയിരിക്കാമെന്ന് വെച്ചു. പിന്നെ കുറച്ച് വെള്ളം കൊടുക്കാൻ നോക്കി. വെള്ളം കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വായിലാവും, പക്ഷെ അത് അതേപോലെ തന്നെ തുപ്പും. ആ ഡ്രസ്സിൽ ഫുള്ളായി. അവസാനം ആ ഡ്രസ്സ് കഴിച്ചു കൊടുക്കേണ്ടി വന്നു, വേറെ രക്ഷയില്ല. അങ്ങനെ ഡ്രസ്സൊക്കെ കഴിച്ചു കൊടുത്ത് കുറച്ച് സമയം കൂടി മഴയും കണ്ട് അവിടെ ഇരുന്ന്. പിന്നെ മഴ പോയപ്പോൾ പിന്നെ എനിക്ക് നല്ലോണം വിശന്നു. അപ്പം ഞാൻ പോയിട്ടൊരു ഉണ്ട എടുത്തിട്ട് തിന്നാന്ന് വെച്ചു. തിന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും മഴ പെയ്തു. ഇത് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ട് ഇവൾ ഈ സൈഡിൽ നിന്ന് നക്കുന്നുണ്ട് എന്നുള്ളത്, തിന്നുന്നുണ്ട് എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. പാവം. അപ്പോൾ പാവം തോന്നിയിട്ട് എൻ്റെ ചെറിയ കഷ്ണം കടിക്കാൻ കൊടുത്ത്. മധുരമൊന്നും അങ്ങനെ കൊടുക്കുകയില്ല, പിന്നെ പാവം കൊതി വരൂലെന്ന് വെച്ചിട്ട് കൊടുത്ത്. നോക്കുമ്പോൾ ഉണ്ടേൻ്റെ ആക്കിയിട്ട് എൻ്റെ മുഖത്തേക്ക് തന്നെ നന്നായിട്ട് തുപ്പി. പിന്നെ നല്ല ഉറക്ക് വന്നു നോക്ക്. കുറേ സമയം അവളെ കൂടെ കളിച്ച് പിന്നെ എങ്ങനെയല്ലോ കൂടി ഉറക്കാൻ കുറേ പാടാണ്. എങ്ങനെ ഉറക്കി അവസാനം നന്നായിട്ട് കുറേ സമയം തട്ടി നടക്കണം ഉറക്കി അങ്ങനെ പതിയെ പോയിട്ട് തൊട്ടിൽ കിടത്താന്ന് വെച്ച്. ചിലപ്പോൾ തൊട്ടിൽ കിടത്തും, ചിലപ്പോൾ നിലത്ത് കിടക്ക വിരിച്ചിട്ട് കിടത്തും. അപ്പം ഇന്ന് തൊട്ടിൽ കിടത്താന്ന് വെച്ചു. അങ്ങനെ തൊട്ടിൽ കിടത്തി. പിന്നെ എനിക്ക് ഓർമ്മ വന്നത് രാവിലെ വാങ്ങിച്ചു വെച്ച മീനുണ്ടായിരുന്നു, നല്ല ചീഞ്ഞ മത്തി. നോക്കുമ്പോൾ പിന്നെ മുറിക്കാണ്ട് വേറെ രക്ഷയില്ലല്ലോ, അങ്ങനെ മുറിച്ച് വെച്ചു.